ഈ ഒരു സംഭവം കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കും. ഏതായാലും ഇന്നത് ഓർത്ത് പറയാം. പണ്ട് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ ട്യൂഷൻ സെൻറ്ററിൽ പോകുമായിരുന്നു. ആ സമയത്ത് അവിടെ പകൽ സമയത്ത് അതായത് ട്യൂഷൻ രാവിലെയും വൈകുന്നേരമാണല്ലോ. അപ്പം അല്ലാതുള്ള സമയത്ത് PSCയുടെ കോച്ചിങ്ങിന് പോകണം. അപ്പം കുറേ പേര് വരും. അപ്പം അങ്ങനെ ബാക്കിയുള്ള സാറുമാരൊക്കെ പറഞ്ഞു ടീച്ചറും വാ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു 2-3 ദിവസം ഞാനും പോയി. ഒരു ദിവസം ഞങ്ങൾക്കൊപ്പമുള്ളൊരു ചേച്ചി, അപ്പോൾ ആ ചേച്ചിയും ഞങ്ങൾക്കന്ന് ക്ലാസ് എടുക്കുന്ന സാറും വേറെ 1-2 പേരും കൂടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഏകദേശം ഒരു സ്ഥലത്തു നിന്ന് എങ്ങാണ്ടാണ് വരുന്നത്. അപ്പം ആ ചേച്ചിയുടെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് വിടും, തിരിച്ച് അങ്ങ് വിളിച്ചുകൊണ്ടും പോവും. അങ്ങനെയാണ്. അപ്പം അങ്ങനെ നിന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ വെച്ചാൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച്, അപ്പം സാർക്ക് കാറിലോ മറ്റോ ആരും വരുന്നതെന്ന് തോന്നുന്നു, കറക്റ്റുള്ള ഓർമ്മയില്ല. അപ്പം ഒന്നിച്ച് പൊയ്ക്കൂടെ, അപ്പം പിന്നെ ഹസ്ബൻഡ് വെറുതെ വരണ്ടല്ലോ ഇങ്ങോട്ട്, നിങ്ങൾക്ക് അടുത്തടുത്തല്ലേ വീട് എന്ന് പറഞ്ഞു. അപ്പം അത് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരരുത് ആരുടെയും കൂടെ എന്ന് പറഞ്ഞു. അപ്പം ഞാനും ചിന്തിച്ചേ, അതെന്താ അങ്ങനെ പറയുന്നത്, നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് അതെന്താ അങ്ങനെ. അപ്പം ആ ചേച്ചി ഇപ്പം കാരണവും പറഞ്ഞു കേട്ടോ. ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ലളിതം സുന്ദരം എന്ന് പറയുന്ന പോലെ. അതായത് ഇപ്പം നമുക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും കൂടെ, ആണ് പെണ്ണ് എന്ന് ഞാൻ പറയുന്നില്ല തൽക്കാലം, വരികയാണ്, വണ്ടിയിൽ വരുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നു, വണ്ടി ഒന്ന് തട്ടുകയോ മുട്ടുകയോ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ ആൾക്കാർ കൂടും. അപ്പോൾ ഇതെന്താണ്, ഇവർ തമ്മിൽ എവിടെ പോയതാണ് അല്ലേ, ഒരാണും പെണ്ണുമാണ് അടുത്തുള്ള, ഇവനെന്തിനാ ഇവളുടെ കൂടെ പോയത്, അല്ലെങ്കിൽ ഇവളെന്തിനാ ഇവൻ്റെ കൂടെ പോയത് എന്നൊക്കെ ഉള്ള സംശയം ആളുകൾക്ക് തോന്നും. അതുകൊണ്ട് അങ്ങനെ വരുകയും പോവുകയും ചെയ്യരുത്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ വിചിത്രമായിട്ടുള്ളൊരു സംഭവം പോലെ എനിക്ക് തോന്നിയതാണ്. ഇന്നും അതെൻ്റെ മനസ്സിലിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കാറിൽ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം നോക്കുന്ന നമുക്കറിയാവുന്ന ആരെങ്കിലും നടന്നു വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കും, ഇന്ന ആളാണ് പോകുന്നതെന്ന് എന്ന് പറയും. ഞങ്ങൾ കൊണ്ടുവരുന്ന അവരുടെ വീടിൻ്റെ അടുത്ത് ഇറക്കുക, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഇറക്കും. അങ്ങനെയാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ചെയ്യും. പക്ഷേ ഇവിടെ ആ ഒരു മനുഷ്യൻ ചിന്തിച്ച് വെച്ചത് വേറെ ഒരു രീതിയിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ചിന്തയ്ക്കാണോ, അങ്ങനെ ചിന്തിക്കുന്നവർക്കാണോ, ആർക്കാണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കും എന്ന് കരുതിയിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, അയ്യോ പോകുന്ന വഴിക്ക് എനിക്ക് അപകടം പറ്റും എന്ന് മുൻകൂട്ടി കരുതിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യും? നമ്മളെങ്ങനെ ജീവിക്കും ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ അവർ അത്ര ഇതായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച്, ചിലപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ചിന്താഗതി അതായതുകൊണ്ട് ഭാര്യ അതുപോലെ കേൾക്കട്ടെ, അത് നല്ല കാര്യം. കാരണം അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് ഭർത്താവിൻ്റെ ചിന്താഗതി എന്തായിരിക്കാം എന്ന് ഉള്ളത് തന്നെയാണ്. എന്തോ ആയിക്കൊള്ളട്ടെ, അവരുടെ കുടുംബജീവിതം. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരും ഈ സമൂഹത്തിൽ ഉണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും യഥാർത്ഥത്തിൽ അല്ലേ, നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനിയും വണ്ടിയിലൊക്കെ കയറുന്നവർ ഇതൊക്കെ ഓർത്തോണം, ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടെന്ന്. നമ്മളെപ്പോഴും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് കരുതിക്കൊണ്ട് മാത്രം ജീവിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. കാരണം ഒരാൾ പോസിറ്റീവായി ചിന്തിച്ചാൽ 100 പേര് കാണും നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക എന്നാണ്. ശരിയല്ലേ? അപ്പം ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. എനിക്ക് സ്ഥിരം കമൻറ്റ് ചെയ്യാനുള്ള ചേട്ടൻ പറയുന്നുണ്ട്, ഇപ്പം വേറെ എന്ത് മറന്നാലും ഇത് പറയാൻ മറക്കുന്നില്ലല്ലോ. ആദ്യമൊക്കെ ഞാൻ ഇത് പറയാൻ മറക്കുമായിരുന്നു, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, നീ ഇനി ഇത് പറയണേ എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാനത് ഓർത്തെല്ലാം വീഡിയോയിലും പറയാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ആ ചേട്ടൻ തന്നെ എന്നോട് ചോദിക്കണം, നീ ഇത് ഏതായാലും മറക്കാതെ പറയുന്നുണ്ടല്ലോ, എന്ത് ചെയ്യാനാണ്, നമ്മളതങ്ങ് ശീലിച്ചു പോയി. ചിലപ്പം ഞാൻ മറക്കാറുണ്ട് കേട്ടോ. ഓക്കെ.